ദേവദാസൻ ഓർമ്മപ്പെടുത്തിയ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം അഥവാ സെക്കൻഡ് കമ്മിങ്, ഈയൊരു വിഷയം ക്രിസ്ത്യാനിത്വത്തെ ലോകമതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ദിസ് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് തന്നെ എടുത്തു പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്ന് ഇല്ല എങ്കിൽ നമ്മളും ഒരു നിർജീവ മതമായിരിക്കും. ഒരു മതം എന്നതിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനിറ്റിയെ ജീവസുറ്റതാക്കി മാറ്റുന്നത്, ലൈവാക്കി നിർത്തുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് സെക്കൻഡ് കമ്മിങ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദ വിസിബിൾ കിങ്ഡം ഓഫ് ഗാഡ്, ദൃശ്യമായ ആ ദൈവരാജ്യ കാഴ്ചപ്പാടാണ് നമ്മളെ ചലനാത്മകമാക്കുന്നത്, കർമ്മനിരതരാക്കുന്നത്. അതുകൊണ്ട് ആ പ്രതീക്ഷ നമുക്ക് തലമുറകളിൽ എത്തിക്കാൻ സാധിക്കണം. യേശു വരുന്നു എന്നുള്ള ആ ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കലാണ് സഭയുടെ ദൗത്യം. അപ്പോൾ കഴിഞ്ഞ പകൽ നമ്മൾ ചർച്ച ചെയ്തത് ഇതോട് ബന്ധപ്പെട്ടുള്ള ചില പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഫുൾഫിൽമെൻറ്റ് ഓഫ് സം പ്രഡിക്ഷൻസ് ആൻഡ് പ്രൊഫസീസ്. ഈ ബൈബിളിനെ ദൈവവചനമാക്കുന്ന, അത് ദൈവവചനമാണ് എന്ന് പറയാൻ, ഉറപ്പോടെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും ഇതിനുള്ളിലെ പ്രൊഫസിയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചർച്ചകളിൽ നമ്മൾ ചോദിക്കും, വൈ വി പീപ്പിൾ അഗ്രി മുഹമ്മദ് ആസ് എ പ്രൊഫറ്റ്, ഞങ്ങളെന്തിനാണ് അംഗീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കും. അത് ഈ ചോദ്യം ഇപ്പോൾ ഓൺലൈനിൽ എൻ്റെ സഹോദരസ്ഥാനീയരായ മുസ്ലിം സഹോദരന്മാർ കേൾക്കുന്നെങ്കിൽ ഇനിയും മറുപടി പറയാം. അതിനവർ പറയുന്ന മറുപടികളിലൊന്ന് ആവർത്തനം 18:18, അതായത് ഡ്യൂട്രോണമി ചാപ്റ്റർ 18 പറയുന്നു, യഹോവയായ കർത്താവ് ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് അത് മുഹമ്മദാണ്. മറ്റൊന്ന്, ജീസസ് ഹിംസെൽഫ് ഫോർടോൾഡ് എ പാരാക്ലിറ്റോസ് വിൽ കം, ഒരു ആശ്വാസപ്രദൻ, പരിശുദ്ധാത്മാവ് വരും, ഇങ്ങനെയും പഠിപ്പിച്ചു. അത് മുഹമ്മദാണ് ഫോർ ദം. അപ്പം ഞാൻ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, ഇത് മുഹമ്മദ് പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. ഖുറാനിൽ കണ്ടാൽ മതി. ഈ രണ്ട് ക്ലെയിം ഖുറാനിലില്ല. മുഹമ്മദ് പറഞ്ഞില്ല, ഖുറാനിലില്ല, അള്ള പറഞ്ഞില്ല. പറഞ്ഞാരാണ്? നിങ്ങളാണ്. അപ്പോൾ ഞങ്ങളും സുവിശേഷം പറയുമ്പോൾ ഇതേ ചോദ്യം ഞങ്ങൾക്ക് നേരെ വരാം. യേശു ദൈവമാണോ? യേശുവിൻ്റെ രണ്ടാം വരവ് യേശുവല്ലേ പറഞ്ഞേ? അതിന് അതോറിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം യേശുവുമായി ബന്ധപ്പെട്ടുള്ള സകല ചലനങ്ങളും യേശു ജനിക്കുന്നതിൻ്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചു. അതതിൻ്റെ പവർ. ഒന്നുകൂടി പറഞ്ഞാൽ, യേശുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ സുവിശേഷം അത് രേഖപ്പെടുത്തിയത് ഉൽപ്പത്തി 3:14 അതിന് പറയുന്നൊരു പേര് തന്നെ പ്രോട്ടോ ഏവൻഗേലിയോൻ, ആദ്യത്തെ സുവിശേഷം. അതെന്താ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഇതാണ് ആദ്യത്തെ ഗോസ്പൽ. ആ സുവിശേഷം തുടക്കത്തിൽ അതിൻ്റെ ആ പ്രൊക്ലമേഷൻ, ആ ഡയലോഗ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സംഭാഷണം, അല്ലെങ്കിൽ ആ വാക്കുകൾ, ആ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതാണ്. പക്ഷെ ഉൽപ്പത്തി തീരുമ്പോഴേക്കും യേശു ഏത് ഗോത്രത്തിൽ ജനിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ 50 അധ്യായമുള്ള ഉൽപ്പത്തി തീർക്കുന്നത്. 49 തന്നെ എഴുതി, യഹൂദാ ഗോത്രത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കും. സ്തോത്രം. അത്രയും പറഞ്ഞ ആൾ സംഖ്യാപുസ്തകത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പ്രവാചകൻ വന്ന് ആ ഗോത്രത്തെ ഒന്നുകൂടി സ്ഥിരീകരിച്ചിട്ട് ഉറപ്പ് പറഞ്ഞു തരികയാണ്, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. വ്യാജ പ്രവാചകനായി പിന്നെ മാറിയ ആളുടെ നല്ല കാലത്ത് എഴുതിയ പ്രവചനം അത് പറഞ്ഞേ അല്ലേ? ബിലയാം. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ മനുഷ്യൻ
നേരെ ചുവ പോകാതെ ഇത്രയും നന്നായിട്ട് പറഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് പോയിരുന്നല്ല എന്തെല്ലാം പറഞ്ഞെന്നെ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം വളരെ പവർഫുള്ളാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. എന്തൊരു പവർഫുള്ളായ മെസ്സേജാണ് അദ്ദേഹമാണ് പറഞ്ഞു തന്ന യാക്കോവിൻ്റെ ആ കുലത്തിൽ. അപ്പം മറ്റേ പ്രവചനം കുറേ കൂടെ ഉറപ്പായി. മറ്റൊരാൾ വന്നിട്ട് യേശു ജനിക്കുന്ന സ്ഥലം പറഞ്ഞു, എഫ്രാത്തയിലെ ബേത്തലഗേം. അങ്ങനെയാ, 2 ബേത്തലഗേം ഉണ്ടെന്ന്. അത് തെറ്റിപ്പോകാതിരിക്കാൻ, കോട്ടയത്തും കഞ്ഞിക്കുഴിയുണ്ട്, ഇടുക്കിയിലും കഞ്ഞിക്കുഴിയുണ്ട്, തെറ്റിപ്പോകാതിരിക്കാൻ എവിടാന്ന് പറഞ്ഞു, എഫ്രാത്തയിലെ ബേത്തലഗേമിൽ ക്രിസ്തു ജനിക്കും. കണ്ട പ്രവചനങ്ങളുടെ കൃത്യത. മറ്റൊരാൾ വന്നിട്ട് ആ ജനിക്കുന്ന ക്രിസ്തുവിനെ പറ്റി മറ്റൊന്നുകൂടി പറഞ്ഞു. അത് പറഞ്ഞത് സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും. അയാൾ വാങ്ങിക്കൊണ്ട് പോകുന്ന പണം 30 വെള്ളി നാണയമായിരിക്കും. ആ പണം അഗതികളുടെ, അനാഥരുടെ ശ്മശാന ഭൂമിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. ആ സ്ഥലത്തിന് ആ രക്തനിലവെന്ന് പേർ വരും, അക്കൽദാമ. യെരുശലേമിൽ പോയവർക്കറിയാം, ഇന്നും ആ സ്ഥലം കിടപ്പുണ്ട്, അതുപോലെ കിടക്കുകയാണ്, നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയാണ്. പറഞ്ഞത് ഇനി മറ്റൊരു ചിന്താർഹമായ കാര്യം, നമ്മുടെ ഈ പുതിയ നിയമമേ ഇല്ലെന്ന് ധരിക്കുക. പഴയ നിയമമേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. എൻ്റെ കാരണം യെശയ്യാ പക്ക ഗോസ്പൽ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ കാര്യവും. ആ പുസ്തകത്തിന് തന്നെ 66 അധ്യായമാണ് അല്ലേ? അത് 2ആയിട്ട് തിരിച്ചാണ് പഠിക്കുന്നതും, 39, 27 അല്ലേ? എന്തൊരു കൃത്യത അതൊക്കെ. അത് അങ്ങനെ കൂട്ടി യോജിപ്പിച്ചത് ബൈ ചാൻസാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ക്രമീകരണം തന്നെ 66 ചാപ്റ്റേഴ്സ് അല്ലേ? അത്ഭുതം എന്താണെന്നറിയണ്ടേ? ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു സ്ത്രീയുടെ സന്തതി. യെശയ്യാ എഗ്രി ചെയ്തു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സ്ത്രീയുടെ സന്തതി എന്ന വിളിച്ച ആളിൻ്റെ പൂർണ്ണവിലാസം ഞാൻ തരാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇവിടെ പ്രവചനത്തിൻ്റെ നീരൊഴുക്ക് പ്രകടമായി വരുന്നുണ്ടോ? അടുത്ത പറയാണ്. അപ്പോൾ അതെല്ലാം ആൾക്ക് സന്തോഷമായി. കേട്ട പ്രവചനം വ്യക്തത വന്നപ്പോൾ ആൾക്ക് സന്തോഷമായി. അടുത്ത പ്രവചനം, ആ ദൈവപുത്രൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും, ദൈവം നമ്മോട് കൂടെ. അതും സന്തോഷമായി. അടുത്ത വാക്ക് പറഞ്ഞു, അവൻ അത്ഭുത ആലോചനക്കാരൻ. മലയാള പരിഭാഷയിൽ അങ്ങനെ അത്ഭുത മന്ത്രി അതല്ല വേണ്ട, പിന്നെന്താ? ഹി വിൽ ബി എ വണ്ടർഫുൾ കൗൺസിലർ. അത്ഭുത ആലോചനക്കാരൻ. എനിക്ക് ഈ പദം വലിയ ഇഷ്ടപ്പെട്ടു. കാരണം ജീവിതത്തിൻ്റെ ഏത് കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്കും ഒരത്ഭുതകരമായ ആലോചന തരാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അത്ഭുത ആലോചനക്കാരൻ, വീരനാൻ ദൈവം. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫാദർ ഓഫ് ഇറ്റേണിറ്റി. ഇറ്റേണൽ ഫാദർ അല്ല, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ പിതാവെന്ന്. സമാധാന പ്രഭു. അടുത്താണ് ഇത്രയും പറഞ്ഞ ആൾ. പിന്നെ യൂതനൊട്ടും താല്പര്യമില്ലാത്ത ഒരു ദൂതാ പറയുന്നത്. അത് യൂതന് താല്പര്യം വരില്ല എന്നറിഞ്ഞുകൊണ്ട് യെശയ്യാ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ബഹുവചന ഞങ്ങൾ. ഞങ്ങളാരാ? അങ്ങ് ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഈ ഭുജം യോതെന്നൊരു വാക്ക, അത് പിന്നെ മാറ്റിയിട്ട് പിന്നെ പറഞ്ഞത് മുഴുവൻ അവൻ. കൈ എന്നുള്ള പ്രയോഗം വിട്ടു. യഹോവയുടെ കരം അത് വിട്ടിട്ട് പറയാണ്, ആ കരത്തിനൊരു പേരിട്ടു അവൻ. പുതിയ നിയമം വചനത്തിനൊരു പേരിട്ടു അവൻ. ഹല്ലേലൂയ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഇതാരെ സന്തോഷിപ്പിക്കും? അല്ലയോ ജൂതന്മാരെ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല.
അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. ഇങ്ങനൊരുവൻ ഇന്നും ജൂതനും മടുപ്പാ. ഇവിടെയാണ് നമ്മുടെ സമാധാനത്തിൻ്റെ സവിശേഷത. കർത്താവിന് നമ്മോടുള്ള സ്നേഹം എന്താണെന്നറിയണ്ടേ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി അവഹേളിക്കപ്പെട്ട് ചരിത്രത്തിൽ ഇന്നും ആക്ഷേപിക്കപ്പെടുന്നവനെ അന്തസ്സോട് ഉയർത്തിക്കാട്ടി നമ്മൾ ഉലകത്തോട് വിളിച്ചു പറയുക, ഇവനാണ് എൻ്റെ രക്ഷകൻ, ഇവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്നാണ് എൻ്റെ സർവസ്വവും. ആ ഉൾക്കൊള്ളലാണ് ക്രിസ്ത്യാനിറ്റി. ആ ഉൾക്കൊള്ളലും സ്വീകാര്യതയാണ് ക്രൈസ്തവികത. എൻ്റെ സാക്ഷ്യം അതിലാണ് നിൽക്കുന്നത്. പിന്നെ വിഷമിക്കാനില്ല. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവനുള്ള വാഗ്ദത്തമാണ് നമ്മളൊരു ദിവസം മുൾമുടി ചൂടിയവനെ കണ്ടെങ്കിൽ പൊന്മുടി ചൂടിയവനെയും കാണും. ഹല്ലേലൂയാ. പീഡിപ്പിക്കപ്പെട്ടവനെ കണ്ടെങ്കിൽ ജയമെടുത്തവനെയും നമ്മൾ കാണും, ജയാളിയെ നമ്മൾ കാണും. ഹല്ലേലൂയാ. ഈ ജയമെടുത്ത ദൈവകുഞ്ഞാട് സ്വർഗത്തിൽ കാണുമ്പോഴും വിളിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്, അല്ലേ? അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ എന്താ ഈ മുറിവൊക്കെ അപ്പോഴും ഉള്ളതുകൊണ്ട് അറുക്കപ്പെട്ട എന്ന പ്രസൻറ്റൻസ്. അറുക്കപ്പെട്ടു എന്ന് പാടിയ സ്വർഗത്തിലും ആരാധിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ക്രൂശെന്ന് പറഞ്ഞൊരു വിഷയം ഭൂമി കൊണ്ട് തീരത്തില്ല, സ്വർഗത്തിലും അതാ പ്രസംഗം. സ്വർഗീയ ജീവികൾ പോലും ആനന്ദ നിർഭരമായൊരവസ്ഥയിലെത്തുക, നീ അറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ. ഹല്ലേലൂയാ. അപ്പോൾ അറുക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ദുഃഖമൊന്നും ആവശ്യമില്ല. എന്തിനാണെന്നറിയണ്ടേ? നമുക്കൊരു വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി, നമുക്കൊരു പ്രതിരോധ ശേഷിക്ക് വേണ്ട മരുന്നുണ്ടാക്കാൻ വേണ്ടി ഒരു മൃഗത്തിൻ്റെ രക്തം ശേഖരിച്ചെടുത്ത് വാക്സിനുകൾ തയ്യാറാക്കും പോലെ പാപമറ്റവൻ്റെ ജീവിതത്തെ നിഷ്കളങ്ക രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇമ്മ്യൂണിറ്റി ഈ ബോഡിയിൽ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ എല്ലാം ശരീരത്തിലുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അതറിഞ്ഞ് ഈ ദൂതഗണങ്ങൾ ഇങ്ങനെ പാടുക സ്വർഗത്തിൽ. സ്വർഗത്തിലെ ആ പാട്ടിൽ പിതാവിനെ ആരാധിക്കുമ്പോൾ പറയുന്നത്, നീ സകലതും സൃഷ്ടിച്ചു. പുത്രനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുക, നീ അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എന്താണെന്നറിയണ്ടേ? ഞാനൊരു ക്ലാസ്സിൽ ഈ ഭാഗമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഒരു ചങ്ങാതി ചോദിച്ചാണ്, നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ചെറിയ അഹങ്കാരമൊക്കെ കാണിക്കുകയല്ലേ പാസ്റ്റർ? ഞാൻ പറഞ്ഞ അതൊന്നും വരത്തില്ല, നമ്മൾ ദൂതതുല്യരാകുമല്ലോ. ഉടനെ അങ്ങേര് പറയാ, ദൂതതുല്യരോ? ഒറിജിനൽ ദൂതനായി പണി കാണിച്ച, അപ്പോൾ ദൂതതുല്യൻ. അത് ലോജിക്കലി കറക്റ്റാണ്, അല്ലേ? ദൂതനീ പണി കാണിക്കാമെങ്കിൽ ദൂതതുല്യരായ നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയല്ലോ. പക്ഷെ ഉത്തരം ഞാൻ അടുത്ത ദിവസം കൊടുത്തത്, നമ്മൾ നിത്യത്തിലെത്തുമ്പോൾ ഈ കിരീടവും പ്രശംസ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വല്ലാതാകാതിരിക്കാൻ ഒരു സംവിധാനം അവിടെ ഉണ്ട്. എന്താണെന്നറിയണ്ടേ? നമ്മൾ നിഗളിക്കുന്നു അഹങ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ കർത്താവ് ആ കരം പൊക്കിയൊന്ന് കാണിച്ചാൽ മതി. കാരണം ആ മുറിവ് അവിടെ ഉണ്ട്, അത് പോകത്തില്ല. ആ മുറിവ് തോൽവിയൊന്നുമല്ല, ജയമെടുത്തവൻ്റെ ചിഹ്നമാണ്. ചെന്നായ്ക്കളുടെ പറ്റത്തിലേക്ക് പോയ ഒരാടും തിരിച്ചു വന്നിട്ടില്ല ഇന്ന് വരെ, കാട്ടിച്ച് കുടഞ്ഞ് തീർക്കും. സിംഹമടയിൽ കയറിയ ഒരാടും തിരിച്ചു വന്നില്ല. ഈ ആട് ജയമെടുത്തതിൻ്റെ തെളിവായി മുറിവ്. ഹല്ലേലൂയ. അപ്പം നമുക്കെന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയാൽ ഈ കൈ കണ്ടാൽ മതി, വിലാപ്പുറം കണ്ടാൽ മതി. ആ മുറിവ് വാക്കും ഭക്ഷണവും കൂടാതെ പറയും, നീ ഇവിടെ വരെ വന്നത് നിൻ്റെ കഴിവല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ചിന്തയാണ് സ്വർഗത്തെയും പുതുമ നൽകി നിലനിർത്തുന്ന ഘടകം. ഹല്ലേലൂയ. അത് അലസ വിശ്രമത്തിൻ്റെ സ്ഥലമൊന്നുമല്ല, എന്നും പുതുമയാണ്, എന്നും അതിൻ്റെ മനോഹാരിത നിലനിൽക്കും.
അതൊക്കെ നമുക്ക് അവസരമുണ്ട്. നാളെ പകലൊക്കെ അത്തരം കുറേ കാര്യങ്ങൾ പറയണം. ഇന്ന് നമുക്ക് വേഗത്തിൽ പോകണം. ഇന്ന് പകൽ ഞങ്ങൾ ഒരടിസ്ഥാനമൊക്കെ ഇട്ടു. അപ്പോൾ അതൊന്ന് എൻ്റെ സംക്ഷിപ്തം ഒന്ന് പറയാം. ആ കണ്ടൻറ്റ് ഒന്ന് പറയാമല്ലോ അല്ലേ? ആ, സ്തോത്രം. അവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് കേൾക്കത്തില്ല, ഇവിടെ വന്നിരിക്കാൻ പറയാനാ. നിങ്ങൾ അതിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. പിന്നെ അല്ല, ഇത് നമ്മളിവിടെ കയറ്റി ഇരുത്തുമെന്ന് അവർ മുൻകൂട്ടി കണ്ടു. ഞാൻ പറയാറുണ്ട്, ഈ ആൾ ദൈവങ്ങൾ ഒരാളും 10ാം ക്ലാസ് പാസ്സല്ല. നിങ്ങളല്ലേ പഠിച്ചു നോക്ക്. ആൾ ദൈവങ്ങൾ ആരും മെട്രിക്കുലേഷൻ കടന്ന ഒരാൾ ദൈവം ഇന്ത്യയിലില്ല. ഇവിടെ കൊണ്ടോന്നറിയില്ല. അപ്പം അത് കുഴപ്പമില്ല. അവർ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. 10 പാസ്സാകൂല എന്നറിഞ്ഞുകൊണ്ട് 4 വെച്ച് തന്നെ നിർത്തി. അതാ കാഴ്ചപ്പാട് വേണമെന്ന് പറയുന്നത്. അവർക്കറിയാം ആ കടമ്പ കടക്കുകയില്ല അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനെന്ത് പറയുമെന്ന് അവർക്കറിയായിരുന്നു. പോട്ടെ. അപ്പോൾ തിരുവഴുത്തിലേക്ക് വരാം. ഇവിടെ പകൽ പറഞ്ഞത്, ഈ ദൈവം വിശുദ്ധ തിരുവഴുത്തിൽ 2 ഇടങ്ങളെ, 2 പട്ടണങ്ങളെ പ്രതീകവൽക്കരിക്കുന്നു, സിംബോളിക്കലായി എടുത്തു പറയുന്നു. 1 യെരൂശലേം, 2 ബാബിലോൺ. ഒരക്ഷരികമായ ലിറ്ററലായ ഒരു യെരൂശലേമുണ്ട്, ഒരക്ഷരിക ബാബിലോണുണ്ട്. ആത്മീക അർത്ഥത്തിൽ ഇത് രണ്ടും നിത്യതയിലുണ്ട്, നിത്യതയുടെ ആ പഠനത്തിലുണ്ട്. വരാനിരിക്കുന്ന ഒരു യെരൂശലേമുണ്ട്, പുതിയ യെരൂശലേം. വരാനിരിക്കുന്ന ഒരു ബാബിലോണുണ്ട്, മർമ്മ ബാബിലോൺ. അപ്പം ഇത് രണ്ടും, ഈ പട്ടണങ്ങളുടെ ചരിത്രമാണ് വാസ്തവത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം. അവ തമ്മിലുള്ള കലഹമാണ്, ഏറ്റുമുട്ടലാണ് വാസ്തവത്തിൽ പഠിക്കേണ്ടത്. ആ പഠനം കൂടാതെ നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ആഴമേറിയൊരു ഗ്രാഹ്യം കിട്ടൂല. മാത്രമല്ല, ഈ പട്ടണങ്ങൾ വെളിപ്പാടിലും ആവർത്തിക്കുന്നു. അത് ഞങ്ങൾ വായിച്ചിരുന്നു പകൽ. പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വെളിപ്പാട് 21-ാം അധ്യായത്തിലെ 10-ാം വാക്യം വായിച്ചുകൊണ്ടാണ് മെസ്സേജ് ആരംഭിച്ചത്. വാക്യം എല്ലാവർക്കും വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. 2ാം ഘട്ടമായി വെളിപ്പാട് 18-21 വായിച്ചു. അതിങ്ങനെയാണ്: അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ. ഇനി ന്യായവിധി വന്നു. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിലെറിഞ്ഞിട്ട് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ എന്ന മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. അപ്പം ബാബിലോന്യ നഗരത്തിൻ്റെ നാശം നമ്മൾ പകൽ ചിന്തിച്ച വസ്തുതയുടെ ആവർത്തനം ഇങ്ങനെയാണ്. യേശുവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട് ഒരു മഹാനഗരത്തിൻ്റെ നാശം എന്തുകൊണ്ട് ബൈബിൾ പ്രവചിക്കുന്നു? ആ മഹാനഗരത്തെ എന്തുകൊണ്ട് അറപ്പുളവാക്കുന്ന ഒരു ഭാഷയിൽ ബൈബിൾ വിശദീകരിക്കുന്നു? ബൈബിളിൻ്റെ ഇതര ഭാഗങ്ങളിൽ, പ്രവചനങ്ങളിൽ പിന്നെയും ഈ നഗരത്തെപ്പറ്റി പറയുന്നിടത്ത് അശുദ്ധാത്മാക്കളുടെ തടവറ. പിന്നെ പറയാണ്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മ്ലേച്ഛതകളുടെ, വേശ്യമാരുടെ മാതാവ്. ഇതെന്തിനു പ്രയോഗിച്ചു? ഇങ്ങനെ ഒരു ഭാഷയിൽ ഈ നഗരത്തെ വിമർശന വിധേയമാക്കാൻ കാരണമെന്ത് എന്ന് പകൽ ചിന്തിച്ചു. അതോട് ബന്ധപ്പെട്ട് ഈ നഗരത്തിൻ്റെ ഒരു ചെറിയ ചരിത്രവും ഞങ്ങൾ പകൽ പറഞ്ഞു. ഈ നഗരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 10:9 മുതലാണ്. 10:9 ഈ നഗരസ്ഥാപകൻ്റെ പേര് കാണാം, നിമ്രോദ്. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. ഭൂമിയിലെ ആദ്യത്തെ ഭരണാധികാരി, ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ, ആദ്യത്തെ വീരൻ എല്ലാം അവനായിരുന്നെന്നും അയാളുടെ നേതൃത്വത്തിൽ 11-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ശിനാർ ദേശമെന്ന് വിളിക്കുന്ന ബാബിലോണിൽ, അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയയിൽ ഒരു ഗോപുരവും ഒരു കോട്ടയും പണിയാൻ ആരംഭിച്ചെന്നും ആ പണി പാതി വഴിയിൽ തകർന്നെന്നും അവിടെ വരെ മനുഷ്യരാശി ഒരു ഭാഷ സംസാരിച്ചെന്നും അവിടെ വച്ച് മനുഷ്യരാശിയുടെ ഭാഷ പിരിഞ്ഞ് പലതായി എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും ബൈബിളിലുള്ളതാണ്. ഇനി ബൈബിളിന് പുറത്തിറങ്ങി അവരുടെ നാട്ടിൽ നിലനിൽക്കുന്ന പുരാണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ഇതിഹാസം, പുരാണം എന്നൊക്കെ പറയുന്ന പോലെ അതിൽ പറയുന്ന ഈ നമ്മുടെ നിമ്രോദിനെക്കുറിച്ചുള്ള ഒരു പരാമർശം
ഗഹനമായി ഈ വിഷയം പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം. ആ എപ്പിക്കിൻ്റെ പേര് ഗിൽഗമേഷ് എപ്പിക് എന്നാണ്. ദർ വാസ് ആൻ എപ്പിക് നോൺ ആസ് ഗിൽഗമേഷ് എപ്പിക്. അവിടെ ഒരു എപ്പിക്കുണ്ട്, ഒരു പുരാണമുണ്ട്, ഗിൽഗമേഷ്. ഗിൽഗമേഷ് എന്ന് കേട്ടാൽ പേടിക്കേണ്ട ഒരു രാജാവിൻ്റെ പേരാ ഗിൽഗമേഷ്. അപ്പോൾ ഈ രാജാവ് എഴുതിയ പുരാണം, ആ പുരാണത്തിൽ നമ്മുടെ വാത്മീകി എഴുതി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പുരാണം, അതിലെ ഹീറോ ഈ നിമ്രോദാണ്. അപ്പം നിമ്രോദിൻ്റെ ആ പുരാണം അറിയപ്പെടുന്നത് എഴുതിയ രാജാവിൻ്റെ പേരിലാണ്, ഗിൽഗമേഷ്. ആ ഗിൽഗമേഷ് പുരാണത്തിൽ ബാബിലോണ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ തുടക്കം ഈ നിമ്രോദിൽ നിന്നാണെന്ന് കാണുന്നു. നിമ്രോദിനെ അതിൽ വാഴ്ത്തുന്നത് ആ നാടറിയപ്പെട്ട ബാൽദേവൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്. ബാൽ സൂര്യനാണ്. സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ നാട്ടിലെ ആളുകൾ രാജ്യം ഭരിച്ചിരുന്ന നിമ്രോദിനെ ബാലിൻ്റെ റെപ്രസെൻറ്റേഷനായി, ബാലിൻ്റെ പ്രതീകമായി, പ്രതിനിധിയായി കണ്ടു. ചുരുക്കത്തിൽ ഒരേ സമയം പുരോഹിതനും രാജാവും ദൈവത്തിൻ്റെ പ്രതിപുരുഷനുമായി ഈ നിമ്രോദ് ഭവിച്ചു. നിമ്രോദിൻ്റെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. ഭാര്യയും ഭർത്താവും ചേർന്ന് ആ നാട് ഭരിച്ചു. കാലക്രമേണ സൂര്യൻ, ചന്ദ്രൻ, ചരാചരങ്ങൾ ഇവയൊക്കെ ആരാധിക്കുന്ന, നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്ന, ഐഡലിനെ വർഷിപ്പ് ചെയ്യുന്ന, ഐക്കണുകളെ വർഷിപ്പ് ചെയ്യുന്ന നിലയിലേക്ക് ബാബിലോൺ അധപ്പതിച്ചു. അതിന് ആ ഒരു സ്ഥലത്ത് നിന്നൊരു പാഠം പഠിക്കണം. ഈ പോളിത്തൈസം, ബഹുദൈവ വിശ്വാസത്തിൻ്റെ ആരാധനകളുടെ അടിസ്ഥാനം രൂപപ്പെട്ടത് ബാബിലോണിലായിരുന്നു. അപ്പോൾ സത്യേക ദൈവത്തെ ആരാധിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ ആ വഴി യാത്ര ചെയ്തപ്പോൾ അങ്ങനെ ചിതറാൻ പാടില്ല. നാം ഒരു സ്ഥലത്ത് കൂടിയിരിക്കുക, നമുക്കിവിടെ ഒരു കോട്ടയുണ്ടാക്കുക. അങ്ങനെ നിമ്രോദിൻ്റെ ചിട്ടക്കനുസരിച്ച് ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കാൻ പാടുപെടുകയും ബാബിലോന്യ മതത്തിന്, നിമ്രോദിൻ്റെ മതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കാലക്രമേണ നിമ്രോദ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട അനന്തരം നിമ്രോദിൻ്റെ ഭാര്യ ദൈവവും രാജ്ഞിയുമായി മാറി. അവളുടെ കുട്ടി നിനസ് എന്നറിയപ്പെട്ടു. ആ നിനസ് ഇല്ലീഗലായിട്ട് ജനിച്ച ഒരു കുട്ടിയാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ നിലനിൽക്കുന്നു. ഇത്രയും നമുക്ക് വിശദീകരിച്ച് പോകണ്ട. അപ്പോൾ ആ നാട് വിഗ്രഹാരാധനയുടെ, തെറ്റായ ആരാധനകളുടെ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ പകലും ഒത്തിരി വിശദീകരിച്ചുകൊണ്ട് ഇനി അധികം അങ്ങോട്ട് പോകണ്ട. എന്താ പറയുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് സ്റ്റഡീസ് എല്ലാം നടത്തി, ഇവിടെ അല്ല കേട്ടോ, നാട്ടിൽ. അതിലെ ആ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പറയാ, ഈ കേട്ടോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എൻ്റെ പൊന്നെ ജയിലിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പോലെ നമ്മളെത്ര ഈ നിമ്രോദിൻ്റെ കഥ കേട്ടിരിക്കണ്ട, അത് വിട്ടേക്കാം, നമുക്കതങ്ങ് വിട്ടേക്കാം. കാരണം നമ്മുടെ ആളുകൾ എന്തിനാ പ്രാർത്ഥിക്കുന്നില്ല? ഈ ഓൾ നൈറ്റിൽ അത് കറക്റ്റ് അറിയുന്നത്. ഉഗാണ്ടയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മുടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? സാവേ മാത്തുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുകയില്ല, കേട്ടാലും മൈൻഡ് ചെയ്യില്ല, അതാ രസം. ഓൾ നൈറ്റ് പ്രകാരം ശ്രദ്ധിക്കണമല്ലേ ഈ കാര്യം. നമ്മളിങ്ങനെ ആത്മഭാരം കൊണ്ട് നെഞ്ചു പൊട്ടി പറയുകയാണ്, ആ രാജസ്ഥാനിൽ ഇങ്ങനെ നടക്കുന്നു, വളരെ പീഡ നടക്കുന്നു. നമ്മളിതിൻ്റെ ഡിസ്പ്ലേ ഇതിലിങ്ങനെ കാണിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറയാൻ പോകുന്നതാണ്, ലിസിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിസ ഇതുവരെ കിട്ടിയിട്ടില്ല, അവനിവിടെ വിഷമിച്ച് കഴിയുക. ഇതുപോലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇവിടെ ഒത്തിരി ഞാൻ ഈ സ്ഥലത്തെ പറ്റി പകലും പറഞ്ഞു. എനിക്കവിടുന്ന് പോകാൻ മനസ്സ് വരാത്തത് നമ്മുടെ ഒരു അപ്പച്ചൻ അവിടെ ഉണ്ട്. അപ്പച്ചനെ ഇവിടെ കൊണ്ടേ പോകാനൊക്കെ ഉള്ളൂ. നിങ്ങളറിയ ആളിനെ അബ്രഹാം ജീവിച്ചിരുന്ന ഊർപ്പട്ടണം അവിടെയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം. ഞാനൊരു മെസ്സേജ് ചെയ്ത് പറയുന്ന കേട്ടൊരു സഹോദരൻ എനിക്കൊരു തിരുത്തയച്ചു. അബ്രഹാമിൽ നല്ല ഇസ്രയേലിലെ ചരിത്രം തേരഹിൽ നിന്ന് തുടങ്ങണം. അങ്ങനല്ല, അബ്രഹാമിൽ നിന്ന് തുടങ്ങണം. കാരണം എന്താ? തേരഹ് യാത്ര ചെയ്തതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിളി കേട്ട് യാത്ര ചെയ്താരാ? അവിടുന്ന് അത് തുടങ്ങണ്ടേ. എത്രയോ പേര് ഇതിലേക്ക് പോയി കാണും, അതിലാണ് നമ്മുടെ കാര്യം. അബ്രഹാം ദൈവവിളി കേട്ട് യാത്ര തിരിക്കുക. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യമുണ്ട്.
ഈ ഊർപ്പട്ടണത്തെ പറ്റിയും ഞാനൊരു വാക്ക് പറയാം. അവിടെ എക്സ്കവേറ്റ് ചെയ്ത പഠനം പുറത്തു വന്നിട്ടുണ്ട്. 25 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു സമചതുര പട്ടണം, ഹെക്ടറിലെ ഏക്കറാണ്, 25 ഏക്കർ വിസ്തൃതിയുള്ളൊരു സമചതുര പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടി. വളരെ വൃത്തിയായി പണികഴിപ്പിച്ചിരിക്കുന്ന കല്ലുവായി ഉറപ്പിച്ച റോഡ്, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, അളവ് തൂക്ക പാത്രങ്ങൾ, അന്ന് രേഖപ്പെടുത്തിയ കളിമണ്ണുകളിൽ എഴുതിയ ഉടമ്പടി പത്രങ്ങൾ, രസീതുകൾ, ഗ്രാനറികൾ, ഇതെല്ലാം അവിടെ കണ്ടു. ഗോഡൗണുകളൊക്കെ കണ്ടു. ഈ കൂടെ നാനാർ എന്ന ചന്ദ്രദേവതയുടെ മുദ്ര പതിച്ച നാണയങ്ങൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ വികാസം പ്രാപിച്ചൊരു പട്ടണത്തിലെ ഒരു നല്ല ധനാഢ്യനായ മനുഷ്യനായിരുന്നു അബ്രഹാം. അന്നേരം നമ്മുടെ മുഖ്യമന്ത്രി 10-40 പേരുമായിട്ടല്ലേ പോയെന്നും പറഞ്ഞു. നമ്മളെന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്? 318 പേരും കൊണ്ടാണ് നമ്മുടെ അബ്രഹാം പോയെ. അങ്ങനെ അത് ചോദിക്കാഞ്ഞ ഭാഗ്യമായി. നിങ്ങളുടെ ബൈബിളിൽ ഇല്ലൂടോ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലേ 318 അഭ്യാസികൾ, ഇതൊക്കെ ഉള്ളൊരു വീട്ടിലുള്ള കക്ഷിയായിരുന്നു. ചില്ലറ പുള്ളിയല്ല, ഒരു വലിയ രാജാവ്. അങ്ങനെ ജീവിച്ചേ. ഞങ്ങൾ പകല് രാജാക്കന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞല്ലേ, അതിനെയും പറയണ്ട പോട്ടെ. നാട്ടുരാജാവെന്നൊക്കെ കേൾക്കും. ഞാൻ ഇടയ്ക്കൊരു യോഗത്തിന് പോകും, അടൂർ വഴി. അടൂർ ചെല്ലണം, കടമ്പനാടൻ കണ്ട് യോഗം നടക്കുക. അങ്ങനെ പന്തളം പാലം കയറിയപ്പോൾ അവിടെ സ്റ്റക്കായിപ്പോയി വണ്ടി. അപ്പോൾ എന്നോടാ അവിടുത്തെ ദേവാസം വിളി ചോദിച്ചു, എവിടെ എത്തി? ഞാൻ പറഞ്ഞു ശശിയുടെ വീടിൻ്റെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായില്ല, കേട്ട് വന്നപ്പോഴാണ് മനസ്സിലായി പന്തളം ഭരിക്കുന്ന രാജാവിൻ്റെ പഴയ പേരായിരുന്നു ശശി. ജനാധിപത്യം വന്നപ്പോൾ പൊളിഞ്ഞു പോയെന്ന് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ജനാധിപത്യം വന്നില്ലെങ്കിൽ അതേ ആരാ മിണ്ടാൻ പറ്റുമോ? തല പോകും നമ്മുടെ. അതാ ജനാധിപത്യത്തിൻ്റെ ഒരു പവർ. അപ്പോഴേ നമ്മുടെ രാജാതിരാജാവിൻ്റെ പ്രത്യേകത എന്താ? അത് ജനാധിപത്യം വഴി കിട്ടിയല്ല. അല്ലേ ലൂയ്യ? അതിന് തെളിവ് വേണം. എന്താന്ന് നമ്മൾ ഒരു കത്തെഴുതിയിട്ട് താഴെ സീല് വെച്ചെങ്കിലേ കത്തിന് വിലയുള്ളൂ. ഈ സീല് അത് വേണം. സീലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ഓഫീസിലൊരു സ്റ്റാമ്പ് ഇരിപ്പുണ്ട്, അതിലുള്ളതേ ഇതിൽ പതിയൂ. ശരിയാണോ? അവനവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, പിതാവിൻ്റെ തത്വത്തിൻ്റെ മുദ്രയാണെന്ന് ക്രിസ്തു. രാജാതിരാജാവും കർത്താവും എന്നെഴുതിയൊരു നാമം അവൻ്റെ തുടയിന്മേലും ഉടുപ്പിന്മേലും ഉണ്ടെന്ന്. ഹല്ലേലൂയാ. ഒരു അബ്രഹാം ഒരു സെമി രാജാവ് തന്നെയാണ് സത്യം പറഞ്ഞ. അപ്പോൾ അബ്രഹാം ജീവിച്ചിരുന്ന ഊർപ്പട്ടണം മോശമല്ലെന്ന് മനസ്സിലായില്ലേ? സമ്പന്നനായിട്ട് അവിടെ ജീവിച്ചേ. പക്ഷെ ഒരു ദിവസം ദൈവത്തിൻ്റെ വിളി കിട്ടി. അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. നമ്മളാണെന്ത് പറഞ്ഞേ? ആദ്യം അതങ്ങ് കാണിക്കുക, ഇനിയിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ നന്നാകത്തിൻ്റെ കാര്യം അതല്ലേ? ഈ ഒരു പിടി വചനം മാത്രം മതിയായിരുന്നു ആ മനുഷ്യന്. ആ ഒറ്റ വചനം മതി. അതാ ദൈവവചനത്തിൻ്റെ ശക്തി. ഇതങ്ങ് കരുതിയാൽ മതി, നമ്മൾ ജയിച്ചു. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിയുന്ന വാഗ്ദത്തമാണ് ആ വിളിക്കകത്തുള്ളത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ചാർച്ചക്കാരെയൊക്കെ വിടാൻ വേണേ പറയാം. ഊർപ്പട്ടണം വിട്ട്, ഈ മനോഹാരിത വിട്ട് ഞാനങ്ങനെ പോകാം. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതിനെ പറ്റി നമ്മൾ കുറ്റം പറയും. പക്ഷെ അവൾ വെറുതെ തിരിഞ്ഞു നോക്കിയല്ല. അവളുടെ ഭർത്താവ് പണിയെടുത്തുണ്ടാക്കിയ വയലുകൾ അവിടെയുണ്ട്. അവൾ പട്ടിണി കിടന്ന മക്കളെ തീറ്റിപ്പൊറ്റി ഇടങ്ങൾ അവിടെയുണ്ട്. അവളും ഭർത്താവും ഒരുമിച്ച് അനവധി രാവുകൾ ഉറക്കളച്ച് പണി കഴിപ്പിച്ച വീടവിടെയുണ്ട്. വൈകാരികമായ ഒരു ചിന്ത അവളെ പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കും. അതൊരു സത്യ മനുഷ്യ ജീവിതത്തിലല്ലേ? നമ്മൾ പണി കഴിപ്പിച്ച വീടുകളിലേക്ക്, ഇടിഞ്ഞു കിടക്കുന്ന ശൂന്യാവശിഷ്ടങ്ങളിലേക്ക് നാട്ടിൽ ചെന്ന് നമ്മളൊന്ന് നോക്കി നിൽക്കും. പഴയ സ്കൂളിൻ്റെ തിണ്ണയിൽ ആ പഴയിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൈകാരികത പിടിച്ചവിടെ നിർത്തും. ഉപ്പുതൂണായി അവൾ ഭവിച്ചു. ജീവിതത്തിൽ പലപ്പോഴും നിരർത്ഥകമായ ഇത്തരം ഉപ്പുതൂണ അവസ്ഥകൾ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരടി ചലിക്കാൻ കഴിയാത്ത ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ പിടിച്ചവിടെ നിർത്തും. അപ്പോഴൊക്കെ ഭക്തൻ്റെ പ്രതീക്ഷ, നോ,
വാഗ്ദത്തം. മുമ്പോട്ടുള്ള യാത്ര. അവിടെ നിരാശപ്പെട്ട് താഴോട്ട് കിടക്കണ്ട. മുമ്പോട്ടുള്ള യാത്ര. വേണ്ടതൊക്കെ അപ്പന് കൊടുക്കാൻ കഴിയാതെ, അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാതെ, സഹോദരങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ ഒരു നല്ല കാലം വരും മുമ്പ് അവരൊക്കെ നമ്മെ വിട്ട് മൺമറഞ്ഞ വേദനകളുടെ ഓർമ്മപ്പെടുത്തൽ നമ്മളെ ഒന്ന് തിരിച്ചു നിർത്തും. ആ തിരിച്ചു നിർത്തുമ്പോഴൊക്കെ പറയണം, നോ, ഇഹം കൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ മീതെയുള്ള വാഗ്ദത്തം. ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയാതിരുന്നുവോ അതിൻ്റെ 10 മടങ്ങായി വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത് നിത്യത നൽകാൻ കഴിയുന്ന സർവശക്തനായൊരു ദൈവത്തിൻ്റെ ആ മനോഹാരിതയിലേക്കാണ് ഇനി എൻ്റെ യാത്ര. അത് നമുക്ക് ബലം തരണം, അത് നമുക്ക് ഊർജം തരണം. അവിടെയാണ് അബ്രഹാമിൻ്റെ യാത്രയുടെ പ്രത്യേകത. തിരിഞ്ഞു നിന്നില്ല. ലോത്തൊക്കെ ആ സഹോദരി തിരിഞ്ഞു നിർത്തി. ഓർമ്മയൊന്നും ഭരിച്ചില്ല. സാറായി സമ്മതിക്കണം അല്ലേ? ആ സ്ത്രീ പറഞ്ഞോ, നോക്ക്, അതൊക്കെ അങ്ങനെ അച്ഛൻ പലതും പറയും. ഒന്നും പറഞ്ഞില്ല. അവളും പറഞ്ഞു പോയേക്കാം. അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ത്രീ ശബ്ദം ഇതൊന്നും കേട്ടില്ല. അബ്രഹാമെന്ന് വിളിക്കുന്ന അവൾ കേട്ടില്ല. പക്ഷെ അവൾക്കൊരു കാര്യം ഉറപ്പാ, ഈ മനുഷ്യൻ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. ഇയാളിത് നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അതിലും വലുത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഉള്ളിലൊരു നിത്യത കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് തോൽവിയില്ല. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം, ആ നഗരത്തെ തൻ്റെ വീട്ടിലുള്ളവർക്കൊന്ന് പങ്കിടാനുള്ള വ്യഗ്രത അബ്രഹാമിലുണ്ട്. പക്ഷേ ഭാഷ വരുന്നില്ല, ആശയം വരുന്നില്ല. ആ ഉള്ളിൽ കിടപ്പുണ്ട് ആ നിത്യത. നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. നമുക്കിന്ന് പകർന്നു കൊടുക്കണം. പിന്നാലെ വരുന്നവർക്കൊന്ന് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനൊരു യാത്രയിൽ ഈ 10 രാജാക്കന്മാർ അബ്രഹാമിൻ്റെ വഴി തടഞ്ഞെന്നാണ്. ആരെയും കുഴപ്പമില്ല. ഈ 318 അഭ്യാസി ആടും മാടും ഒക്കെ ആയിട്ട് പോവാ. ഇതിലേ പോകുമ്പോഴേക്ക് ഇവർ ധരിച്ചു ഇവിടെ തങ്ങും. അതാ വിഷയം. അപ്പോൾ ഇവിടെ തങ്ങും എന്ന് വരുമ്പോൾ രാജാക്കന്മാർക്കത് ബുദ്ധിമുട്ട് വരും. അത് പ്രശ്നമാണ്. അപ്പോൾ അബ്രഹാം മര്യാദയ്ക്ക് പറഞ്ഞു, ഇവിടെ തങ്ങാനല്ല, നീ എൻ്റെ നാടൊന്ന് കാണണം. ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വരാൻ കാരണം എന്താ? എൻ്റെ മീതെയുള്ള ദൈവവിളിയുടെ ശ്രേഷ്ഠത, എൻ്റെ മീതെയുള്ള അഭിഷേകത്തിൻ്റെ സവിശേഷത, എൻ്റെ മീതെയുള്ള നിയോഗത്തിൻ്റെ സവിശേഷത. ഞാനിത് വഴി കടന്നു പോകത്തേ ഉള്ളൂ. ആര് വിട്ടില്ല. 10 രാജാക്കന്മാർ പലയിടത്ത് പതിയിരുന്ന് യാത്ര തടഞ്ഞു. രാജാവല്ലാത്ത അബ്രഹാം, അങ്ങനെ അധികാരചിഹ്നങ്ങളില്ലാത്ത അബ്രഹാം, വേണ്ടത്ര പടയാളികളുള്ള 10 രാജാക്കന്മാരോട് ഏറ്റുമുട്ടി അനായാസേന ജയം പ്രാപിച്ച് വാഗ്ദത്ത ദേശത്തെത്തി. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ 10 എന്നൊക്കെ ഉള്ള വിട്ടോ 10,000 പേര് വഴി തടഞ്ഞാലും സർവശക്തൻ്റെ നിയോഗം കൂടെ ഉണ്ടെങ്കിൽ വാഗ്ദത്തം കൂടെയുള്ളവൻ അവിടെ ചെല്ലുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തു. ഓൺലൈനിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏറ്റെടുത്തു. ഇതുവരെ അടഞ്ഞു കിടന്ന ആ വഴികളൊക്കെ തെളിയാൻ പോകുക. ഇതുവരെ കിട്ടാതെ പോയ ആ നന്മകളുടെ വഴിയിലൂടെ നമ്മളിനി സഞ്ചരിക്കാൻ പോകുക. ത്രസിപ്പിക്കുന്ന വാഗ്ദത്തോടെ ഭക്തൻ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു. ആ കൂടെ ലൂത്ത് പിന്നെയും പ്രശ്നം ഉണ്ടാക്കി, യുദ്ധവും നടന്ന് അല്ലേ? അങ്ങനെ അബ്രഹാം പിന്നെ പോയി ലോത്തിനെ സഹായിച്ച് യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സോദോം രാജാവ് എന്ത് ചെയ്തു? കുറേ സമ്പത്തെല്ലാം അവിടെ കൊടുത്തു. യുദ്ധമുതലുകൾ പങ്കിട്ടു. അബ്രഹാം പറഞ്ഞു, എൻ്റെ കൂടെ വന്ന പണിക്കാരൊക്കെ കൈപ്പറ്റിയല്ലോ, അത് മതി. സാറാ പറഞ്ഞു, അച്ഛാ അങ്ങനല്ല, നമ്മളും കഷ്ടപ്പെട്ട അല്പം ഇനി എടുത്തു എന്ന് പറഞ്ഞു. ചിലത് ത്യജിക്കാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ്. ചിലതിനെ ത്യജിച്ച് നോക്കി അതിനപ്പുറത്തൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു. നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ. ഇതിനാ നമ്മുടെ ചില ബന്ധങ്ങളെ ദൈവം അകറ്റുന്നേ. വന്ന നാളിൽ നമ്മൾ കണ്ടവരോ സഹായിക്കുമെന്ന് കരുതിയവരോ ഒന്നുമല്ല കൂടെ നിൽക്കുന്നേ. നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കേണ്ടതിന് ഈ ഷൂ കെട്ടുന്ന ലേസ് പോലും ഞാൻ എടുക്കുകയില്ല. എന്തൊരു ദൃഢനിശ്ചയം. ഇത് പറഞ്ഞാൽ അധ്യായം തീരുക. പക്ഷെ അടുത്ത അധ്യായം തുടങ്ങുന്നത് എന്താണെന്നറിയണ്ടേ?
അബ്രഹാമേ അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിൻ്റെ പരിച. ഈ അയൺ ഡോം കൊണ്ട് ഇറാനിലൊക്കെ അടിക്കുമ്പോഴൊക്കെ ഞാൻ ഈ വാക്കാ ഓർക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവം പരിചയമായവനെ അങ്ങനൊന്നും നിലം പരിചയാക്കാൻ പറ്റില്ല. അങ്ങനൊന്നും അടിച്ച് ഫിനിഷ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിൻ്റെ പരിച. തടയാൻ ഒരുവൻ മുമ്പിൽ പോയെങ്കിൽ, വാഗ്വാദങ്ങളെതിരെ വരട്ടെ, ആരോപണങ്ങളെതിരെ വരട്ടെ, ശരവർഷമെതിരെ വരട്ടെ, ഒരു ജയം നമുക്ക് അവൻ ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം ഞാൻ എപ്പോഴും, നിന്നാൽ ഞാൻ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കുന്ന, ലോകം മുഴുവൻ നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഉഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും ഒരു ചെറിയ ലോകത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. നമ്മളെ പണ്ട് നിന്ദിച്ച മാടക്കടയുടെ മുമ്പിൽ മാനിക്കപ്പെടണം. ഇതാ ദൈവത്തിന് തന്നെ അതങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൂടെ ഈ ചെറുക്കൻ ചോദിക്കുന്നതെന്ന്. വിവരമുള്ള പ്രാർത്ഥന പോലും അല്ല. എന്തുവാ ആ പണ്ടിയിലേക്ക് വിഷമിച്ച് കിടന്ന ഇവിടെ ഒന്നും അല്ലെന്നേ. ദൈവം വിശാല വഴി വച്ചിരിക്കുക. നമ്മളായിട്ടത് ചുരുക്കി കാണരുത്. പ്രാർത്ഥനകളിലൊന്നും വിശാല വഴി, വലിയ വഴി. അതിന് പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല, ക്ഷീണം തടസ്സമല്ല. ലോകം നമ്മളെക്കുറിച്ച് പറയുന്ന തരത്തിലെ നിരുത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും നമ്മുടെ വിശാലതയുടെ വഴി തടയാൻ പര്യാപ്തമല്ല. അങ്ങനെ അബ്രഹാമിൻ്റെ തലമുറയെ കൊണ്ടാണ് ദൈവം ലോകത്തെ ആധുനികവൽക്കരിച്ചത്. ഇംഗ്ലീഷ് ഭാഷ അവൻ്റെയാ, ഇംഗ്ലീഷ് സംസ്കാരം അവൻ്റെയാ. ആധുനികത മുഴുവൻ വന്ന അബ്രഹാമിൻ്റെ കൊച്ചുമക്കളിൽ നിന്നാണ്. ലോകത്താദ്യം തെരുവിളക്ക് എത്തിയ സ്ഥലമാണ് മാൻഹാട്ടൻ. ആദ്യത്തെ വിളക്ക്. ഇപ്പോൾ പോയാൽ വിളക്കൊക്കെ കാണണം. തെരുവിലെ ഇങ്ങനെ പ്രകാശിക്കപ്പെടുമെന്ന് ലോകം ചിന്തിക്കുന്നതിനപ്പുറത്തെ അബ്രഹാമിൻ്റെ ഒരു ചെറുമകനെ കൊണ്ട, തോമസ് ആൽവ എഡിസനെ കൊണ്ട ദൈവം ലോകത്തെ പ്രകാശിപ്പിച്ചേ. ആ വെളിച്ചത്തിൻ്റെ വഴി തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് സകലർക്കും വേണം, ജൂതനെ കുറ്റം പറയുന്നവർക്കും വേണം. ആൽബർട്ട് ഐൻസ്റ്റീൻ കിടക്കുക, പിന്നെയും കിടക്കുന്നു മഹാരഥന്മാർ. മേരി ക്യൂരി കിടക്കുകയാണ്, പീറി ക്യൂരി കിടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എത്ര പേര്, ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഇവരെ കൊണ്ട് ദൈവം ലോകത്തെ ഇന്ന് കാണുന്ന അളവിലാക്കി തീർത്തെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തി മനസ്സിലായോ? നമ്മളൊക്കെ അത് വിശ്വസിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. തലമുറയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചെറിയ അജണ്ടയൊക്കെ പോട്ടെ. ചെറിയ അജണ്ടകളൊക്കെ വിട്ടിട്ടേ എൻ്റെ മക്കൾ മുഖാന്തരം ലോകം അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്തെ മാറ്റി തിരുത്തിക്കുറിക്കുന്ന ചില അനുഭവങ്ങളായി തലമുറകൾ മാറണമെന്ന ആഗ്രഹത്തോട് ഇന്ന് പോലും പ്രാർത്ഥിച്ചേ. അല്ല, അവൻ പോയ വഴിക്ക് അവൻ പോട്ടെ, അതിവിടുത്തെ കൾച്ചറാണ്, അതിവിടുത്തെ സംസ്കാരമാണ്, ഒന്നുമല്ലെന്നേ. തലമുറകളെ നേരെ നിർത്താൻ കഴിയുന്ന വാഗ്ദത്തത്തിൻ്റെ സമാഹാരം കൊണ്ട് അബ്രഹാം ഇതുവഴി യാത്ര ചെയ്യുന്നത്. തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിരാശപ്പെടുത്തുന്ന അനവധി കാഴ്ചകൾ ഞങ്ങളുടെ കാണുന്നുണ്ട്, അനവധി ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. തലമുറ അതിലേക്ക് വഴിതിരിഞ്ഞു പോകാതിരിക്കത്തക്ക വണ്ണം ഞങ്ങളിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ, ഒരു പ്രതിരോധത്തിൻ്റെ ഒരു പുത്തൻ ശക്തി നമ്മൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ തോൽക്കാനൊന്നുമല്ല നമ്മൾ വന്നത്, ജയമെടുക്കാൻ. ഇന്ന് തുടങ്ങിയല്ലിത്. പേരും പെരുമയും ഒന്നുമില്ലാത്തൊരു പഴയ കാലത്തെ മാതാപിതാക്കൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച പ്രഭാതത്തിൽ, നനനനത്ത പ്രഭാതത്തിൽ നമ്മളെ തട്ടിയുണർത്തി പ്രാർത്ഥിപ്പിച്ച് അന്ന് പ്രാപിച്ച ദൈവകൃപയുടെ ഉറവ പറ്റാത്ത ഒഴുക്കില നമ്മൾ ഇന്നും ജീവിക്കുന്നതെങ്കിൽ അതൊന്ന് തലമുറയ്ക്ക് കൈമാറണം. വചനം പറയുകയാണേ, കൃത്യമായി തന്നെ പറയാം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഒരുത്തൽ നിന്ന് ഒഴുകിയതിനെ തടയാൻ ലോകത്തിന് കഴിഞ്ഞില്ലെങ്കിൽ 1000 പേരിൽ നിന്ന് ഒരുമിച്ചൊഴുകുന്ന ആ ജീവജല ഉറവയെ തടയാൻ ഒരു ശക്തിക്കുമാകാത്ത വിധത്തിൽ നമ്മിൽ പതിഞ്ഞിട്ടുണ്ട് ആ ദൈവകൃപ, ആ ആത്മശക്തി. അതുകൊണ്ട് കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം ഇവരെയൊക്കെ തോപ്പിച്ചു. ഷാലോം എന്ന സ്ഥലത്തെത്തി. ആ ഷാലോം പിൽക്കാലത്ത് ഊർ ഷാലോം എന്ന് അറിയപ്പെട്ടു. എത്ര വർഷം കഴിഞ്ഞെങ്കിലും സായിപ്പിനെന്നും അത് പറയാൻ നാവ് വഴങ്ങാത്തതുകൊണ്ട് അവൻ ഇട്ടു ജെറുസലേം എന്ന്. ചില സംഗതിയൊന്നും അവന് പറ്റിയല്ല. മനസ്സിലായില്ലേ? ഊർ ഷാലോം.
അത് അവൻ ജെറുസലേം എന്നാക്കി. ഇനിയും പോട്ടെ. അപ്പോൾ ഊർ ഷാലോം എന്ന് പേര്. ഊർ പട്ടണം, ഷാലോം സമാധാനം. മൽക്കീസദേക്കിനെ കണ്ടതും ഒക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ നിന്ന് അടുത്തൊരു തലമുറ കാലമേറെ കഴിഞ്ഞ് മുമ്പോട്ടുള്ള യാത്രയിൽ അബ്രഹാമിനൊരു വാഗ്ദത്തം ദൈവം പിന്നെയും കൊടുത്തു. രാജാക്കന്മാരും എനിക്ക് നിൻ്റെ തലമുറയിൽ നിന്ന് ഉത്ഭവിക്കും. അങ്ങനെ ആ തലമുറയിൽ രാജാക്കന്മാരും ഉത്ഭവിച്ചു. ഒരുത്തൻ്റെ പേരാ ശൗല്. നമ്മൾ ഈ വിമർശിക്കുന്ന പോലെ ആൾ മോശക്കാരനൊന്നും അല്ല. ആണോ? അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വിച്ച് ക്രാഫ്റ്റ് ഇതിൻ്റെയൊക്കെ പുറകെ പോയി. അതിച്ചിരി കട്ടിയാ അല്ലേ? ആ. പിന്നെ അങ്ങേര് നല്ല മനുഷ്യനായിരുന്നു. അങ്ങേര് പറഞ്ഞ എനിക്കിതൊന്നും പറ്റിയല്ല. നമ്മളെല്ലാം കൂടെ നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിട്ട് പിന്നോട്ട് ഇറങ്ങത്തുമില്ല. നമ്മുടെ ആരെയും കുഴപ്പമില്ല. ചില സാധനത്ത് നമ്മളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഇറങ്ങാൻ പറ്റുകയില്ല. അതാ വിഷയം. അല്ല, ഇവരാരും മോശക്കാരായുണ്ടല്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ചിലതൊന്നും തലേ വന്ന് പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. ചില സുഖങ്ങളിങ്ങനെ ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ അല്ലേ, ചില കസേരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പുള്ളി ആകുന്ന പറഞ്ഞു വേണ്ട വേണ്ട എന്ന് മര്യാദയ്ക്ക് പറഞ്ഞ എൻ്റെ കുലം വളരെ ചെറുതാണ്, ഞാൻ അതിന് പറ്റിയ ഒരാളൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ ജനം ബഹളം കാരണം പറഞ്ഞ അച്ഛൻ തന്നെ അതിന് പറ്റിയ ആളെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങുകയില്ല. പോട്ടെ. അടുത്തൊരുത്തൻ ദാവീദ്. നല്ല മനുഷ്യനായിരുന്നു. അധികാരമോഹമൊന്നുമില്ല. താനൊരു അധികാരമോഹി അല്ലെന്ന് ബോധ്യപ്പെടാനും സമൂഹത്തെ മനസ്സിലാക്കാനും തന്നെ മനസ്സിലാക്കാനും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയിൽ ഒരു ശബ്ദം വരും, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമേ. ഞാനല്ലെന്ന്, അങ്ങാണ്. എന്തൊരു ഹൃദയവിശാലതയല്ലേ. ഈ ദാവീദിനെ വിമർശിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ട് നമ്മളൊക്കെയാണ് എന്തെല്ലാം ചെയ്തേനെ അല്ലേ? വസ്ത്രത്തിൻ്റെ അറ്റം ഇങ്ങനെ വെട്ടിയെടുത്ത് നമ്മളാണെങ്കിൽ കൈ വെട്ടിക്കൊണ്ടുവരും അല്ലേ? വസ്ത്രമാണെങ്കിൽ പിന്നെ അവൻ തയ്ച്ചു വെക്കും. കൈയാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതേ പിടിച്ചോ കൈപ്പത്തിയും കൊണ്ട് ഇങ്ങനെ നടന്നേനെ. അത്രയും വലിയൊരു മനുഷ്യൻ. എനിക്ക് ആ മനുഷ്യനെ ഓർമ്മ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം, ദാഹജലത്തിന് വേണ്ടി വിഷമിച്ച് പാളയത്തിൽ കാത്തിരിക്കുമ്പോൾ 2 യുവാക്കൾ പോയി വെള്ളം കൊണ്ടുവരിക. യജമാനനെ കുടിച്ചാട്ടെ. ആ വെള്ളം കയ്യിലെടുത്തിട്ട് പറയുക, തങ്ങളുടെ പ്രാണൻ വക വയ്ക്കാതെ ശത്രുപാളയത്തിലൂടെ വാളിൻ്റെ വൈത്തലക്കലൂടെ പ്രാണൻ പണയം വെച്ചുപോയി ഈ വെള്ളം ശേഖരിച്ചു വന്ന ഈ ചെറുപ്പക്കാരുടെ രക്തം ഞാൻ കുടിക്കുമോ? അവനെ യഹോവയ്ക്ക് നിവേദിച്ചു. ഏറ്റവും വിലപിടിപ്പുള്ള ആ ജീവജലം ദൈവത്തിന് നിവേദിച്ചപ്പോൾ ആ ഹൃദയവിശാലത നോക്കിക്കേ, നമുക്ക് സാധിക്കുമോ? മറ്റൊന്നാണ് നമ്മൾ വിമർശിക്കുന്ന ഈ മനുഷ്യൻ പറയാ, എൻ്റെ ദൈവത്തിനൊരാലയം, യാക്കോബിൻ വല്ലഭനൊരു നിവാസമുണ്ടാകും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, ശയ്യമേൽ കയറി കിടക്കയില്ല. അന്തഃപുരത്തെ വർജിച്ച് വെറും നിലത്ത് കിടന്ന മനുഷ്യൻ. ഇനിയും വിലമതിക്കാനാവാത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് ദാവീദിനെ വിട്ടേക്കാം. അതെന്താണെന്നറിയണ്ടേ? ഒരു രാജാവിന് ചേരാത്ത സാക്ഷ്യം പുള്ളി പറയാം. കാലത്ത് ഉച്ചയ്ക്ക് സന്ധ്യയ്ക്കും ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്. നമ്മളങ്ങനെ കരഞ്ഞ ഒരു തന്നെ തിരഞ്ഞെടുക്കുമോ? പുള്ളി ഉമ്മ കരച്ചില്ല, വാ തുറന്നപ്പോഴേ ഈ പുള്ളിയെ പിടിച്ചാക്കാൻ പറ്റുമല്ലേ? കരയുന്നൊരു മനുഷ്യനെ ദുർബലനായിട്ടാണ് സമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മ മരിച്ചാലും പുരുഷൻ കരയാതെ പിടിച്ചിരിക്കുന്നതാ അല്ലേ? കരയാൻ പാടാ. സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രകൃതി പുരുഷൻ അങ്ങനെയൊക്കെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അതെല്ലാം വിട്ടിട്ട് പറയുകയാണ്, കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരത്തൊക്കെ ഞാൻ കരയും. പക്ഷേ ഈ കരയുന്നവൻ മറ്റൊരു സാക്ഷ്യം പറയാം, കരയും സംഗതിയൊക്കെ നേരാ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാനിന്ന് കരയൊന്നല്ല, പണി മാറും, കളിയൊക്കെ മാറും അല്ലേ? അത് ഇവിടെ കരഞ്ഞാൽ സൈന്യം വരുമ്പോൾ പേടിക്കണ്ടെന്ന്. കരയേണ്ട ഒരു സ്ഥലം ഭക്തൻ നമുക്ക് കാണിച്ചു തന്നു. അത് പ്രാർത്ഥനാ മുറിയാണ്. അത്രയും വലിയൊരു മനുഷ്യൻ. അപ്പോൾ അവിടെ കൃത്യം മനസ്സിലായല്ലേ? ഇനിയാണ് അയാൾക്കൊരു മകനുണ്ടായിരുന്നു, സോളമൻ. സോളമനും മക്കളുണ്ടായി,
നിങ്ങളൊരു കാര്യം പഠിച്ചാൽ മതി, വല്ലാത്ത ബുദ്ധിമാനെ പിടിച്ചൊരു സ്ഥാനത്തെത്തിയാൽ അവൻ രാജ്യം നശിപ്പിക്കും. ഒരു സ്ഥാനത്ത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഒത്തിരി പഠിപ്പുള്ളവനാക്കി കഴിഞ്ഞാൽ അവനത് നശിപ്പിക്കുക. അവൻ ഒരു വഴി വെട്ടണമെങ്കിൽ സിവിൽ നിയമം എന്താ, ക്രിമിനൽ നിയമം എന്താ, ഇത് പഠിച്ചു വരുമ്പോഴേക്ക് വഴി പോലും വെട്ടാൻ പറ്റിയല്ലേ, ഭയങ്കര പാടാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ മർമാണി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. മർമാണിയുടെ പ്രശ്നം എന്താ, കുഞ്ഞു വീട്ടിലുണ്ട്, എന്നെയൊന്നും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ പോലും പറ്റില്ല. കാരണം എണ്ണ തേച്ചാൽ കൊച്ചി എത്തുമോ, മർമ്മത്തിലായിരിക്കും തൊടുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കഴിവുള്ളവനാണ് സോളമൻ. ഇങ്ങേരുടെ കൊച്ചുമക്കളുടെ കാലമായപ്പോഴേക്ക് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു കൂട്ടരെ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയി, പിൽക്കാലത്തൊരു കൂട്ടരെ ബാബിലോണിയരും കൊണ്ടുപോയി. ഏതാ ബാബിലോണിയരെന്ന് മനസ്സിലായല്ലോ? നിമ്രോദിൻ്റെ ആൾക്കാർ കൊണ്ടുപോയെന്നാണ്. തെക്കേ രാജ്യത്തെ ബാബിലോണിയർ കൊണ്ടുപോയി, യെറുസലേം അടക്കമുള്ള സ്ഥലത്തെ ബാബിലോണിയർ കൊണ്ടുപോയി. ആ സ്ഥലം അവരുടെ കാൽക്കീഴിലായി. ബാക്കി 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രയേൽ എന്ന വിശാല രാജ്യത്തെ അസീര്യൻ കൊണ്ടുപോയി. അസീര്യൻ ബാബിലോന്യ പോരാട്ടത്തിൽ അസീറിയ തകർന്നു. ഇപ്പോൾ ബാബിലോണേ ഉള്ളൂ. ആ ബാബിലോണിലേക്ക് ഇസ്രായേൽ മക്കൾ ചെല്ലുമ്പോൾ ആ കൂടെയുണ്ട് നമ്മൾ പറയുന്ന ശദ്രക്ക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, നമ്മുടെ പ്രവാചകനായ എസെക്കിയേലും ഒക്കെ ഉണ്ട്. എസെക്കിയേൽ പക്ഷേ ഈ കൂടെ വരാത്തെന്താ? പുരോഹിതനാണ്. പുരോഹിതനെ ഇങ്ങനെ കൊണ്ടുപോയാൽ ഇവിടെ വല്ല ജോലിക്കും പറ്റുമോ? ക്ഷമിക്കണം, നമ്മൾ പാസ്റ്റർമാരൊക്കെ പറയാറുണ്ട് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാനിനി ഇറങ്ങി. നമ്മളെ കളക്ടറാക്കുമായിരുന്നു. ഇത് കേട്ടാൽ എന്നെ കോട്ടയം കളക്ടറാക്കുമെന്നൊരു ചിന്തയിലാണ്. ചുമ്മാ നിന്നങ്ങ് തട്ടുക. അതറിയണേ എസെക്കിയേലിനെ നോക്കിയാൽ മതി. ലേവി ഗോത്രക്കാരനാണ്. പണി എന്താണെന്നറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ വലിയ ക്യാമ്പ് ഉണ്ടാക്കിയിട്ടേച്ച് പറയാ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേവാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ. കണ്ടോ, അത്രേ ഉള്ളൂ. പുള്ളി അത്രേ ഉള്ളൂ, പിന്നെ നമ്മുടെ കാര്യം പറയണ്ട. രാജസന്തതികളിൽ കുലീനന്മാരായ ശ്രേഷ്ഠന്മാരായ ജൂതഗോത്രക്കാരെ, അവർ വളരെ ബ്രില്യൻ്റാണ്, അവരെ പിടിച്ച് അങ്ങോട്ടുണ്ടായി കൊട്ടാരത്തിനുള്ളിലെ ശുശ്രൂഷയ്ക്ക്. ഇവിടെ നിന്ന് ഒരു കാര്യം പഠിക്കേണ്ട, മത്തായി ചരിത്രം എഴുതുക. മത്തായിയുടെ ചരിത്രം ഒരത്ഭുതമാണ്. ലോകം മുഴുവൻ യേശുവിനെ അവഹേളിച്ചും അപമാനിച്ചും പോവുക. യേശുവിനെ അവഹേളിച്ച് അപമാനിച്ചു പോകുന്ന ഘട്ടത്തിൽ മത്തായി എന്ന മനുഷ്യൻ യേശുവിൻ്റെ പൈതൃകത്തിൻ്റെ പൂർവ്വചരിത്രം തേടി ഒരു പോക്ക് പോയിട്ട് അബ്രഹാമിൽ ചെന്ന് നിന്നു. ഉലകത്തെ മുഴുവൻ വിളിച്ച് കാണിക്കുക, തച്ചൻ്റെ മകനെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ യേശുവില്ലേ, ആ കുലമഹിമ പരിശോധിക്കണം, ആ ജനുസിനെ പരിശോധിക്കണം. ആരംഭിക്കുന്നതേ അബ്രഹാമിൽ നിന്നാണ്. ആ വഴി ഇങ്ങോട്ട് പറയുമ്പോൾ സന്തോഷം തോന്നൊരു കാര്യം, ഒരു 3-4 സ്ത്രീകളുണ്ടാക്കൂടെ. ഈ സ്ത്രീകളുടെ പേരുണ്ട്. ഒരാൾ താമാർ, ഒരാൾ രാഹാബ്, പിന്നെ രൂത്ത്, പിന്നെ നമ്മുടെ മറിയത്തെവിടെ. ബാക്കി 3 പേർക്കും ഒരു നല്ല പശ്ചാത്തലമില്ല. നമ്മളാണ് ആ പേര് എഴുതാതെ വിട്ടേനെ. നമ്മൾ തന്നെ പറഞ്ഞില്ലേ, എത്രയോ നല്ല സ്ത്രീകളുടെ പേര് കിടക്കുന്നു, ഇവരുടെ പേര് എന്തിനാണ് എഴുതുന്നേ? ഇനി ഉണ്ടേ തന്നെ മാറ്റി നിർത്തും. എന്തിനാ മത്തായി ഇവരെ പ്രൊജക്റ്റ് ചെയ്യുന്നറിയണ്ടേ? ഇതിൻ്റെ പേരാ കൃപ. ഹല്ലേലൂയ, അതിൻ്റെ പേരാ കൃപ. ലോകം ചാപ്പ കുത്തിയ ചില വിലാസങ്ങൾ അവനുണ്ട്, പക്ഷെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ചേർന്ന് നിന്നപ്പോൾ ആ സ്ത്രീകൾക്കും കിട്ടി ഒരു വില, ഒരു മാന്യത, ഒരഭിമാനം. ഇതെൻ്റെ മുത്തശ്ശിമാരാണെന്ന് പറയാൻ മടി കാണിക്കാത്ത ക്രിസ്തുവാണ് ഇന്ന് നമ്മെ വീണ്ടെടുത്തതെങ്കിൽ യേശുവിനെ അനുധാവനം ചെയ്യുമ്പോൾ അവൻ നമ്മുടെ വില വർദ്ധിപ്പിക്കും, നില വർദ്ധിപ്പിക്കും, അവസരം വർദ്ധിപ്പിക്കും, സാധ്യതകളെ മുഴുവൻ മാറ്റും. ഹല്ലേലൂയ. പിന്നെയും കണ്ടു ഈ കൂടെ മത്തായി പക്ഷേ ഒരു കാര്യം പറഞ്ഞു. 1:17 ഒന്ന് വായിച്ചാൽ കൊള്ളാം, എടുത്തെങ്കിൽ. ആ ആ നല്ല സൂപ്പർ വായന, മലയാളം മറന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ കണ്ട 14-ലെത്തുമ്പോൾ അദ്ദേഹം കൃത്യം ഒരു സ്റ്റോപ്പ് ഇടുക.
വീണ്ടും അടുത്ത 14, വീണ്ടും അടുത്ത 14. അങ്ങനെ ഇടാൻ പറ്റിയെന്നറിയണ്ടേ? ഇത് അക്കൗണ്ടൻസി പഠിച്ചാലുള്ള ഗുണം. മത്തായിയുടെ സുവിശേഷം ഒന്നായി അക്കൗണ്ടൻസി. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതാ സാധനം. അതാ ചുമ്മാ ചുങ്കം പിരിച്ച് കിടക്കല്ല. പണി ചെയ്തപ്പോഴേ ജീവനത്തിൽ എഴുതിയപ്പോഴേ ഇരിക്കട്ടെന്ന് ഒരു വൃത്തി. നമ്മുടെ ലൂക്കോസ് ഇതേ പണി ചെയ്തിട്ടുണ്ട്. ഡോക്ടറാണ്, വൈഭവം കാട്ടി. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുത്തൻ. നമ്മളാണെ പറയാം, കഴിഞ്ഞ ആഴ്ച പോലെ ഞാൻ കണ്ടപ്പോൾ പോലെ അങ്ങനെ. ഡോക്ടർ നോക്കിയപ്പോഴേ ഒന്നും അല്ലേ എങ്ങാതി, ഗർഭാശയം മുതൽ ഇവനിങ്ങനെ കണ്ടോ. നമ്മളിലൊക്കെ ദൈവം താലം തന്നെ എന്തിനാ? ആ കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാന്ന്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാ. അങ്ങോട്ട് അടുക്കും ചിറ്റോടും കൂടി 1-ാം അധ്യായം എഴുതിയിട്ട് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നെന്താ? ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. ദാവീദ് മുതൽ അവിടെ നിർത്തിക്ക്. എന്താ ഈ ബാബേൽ പ്രവാസം? മനസ്സിലായോ എന്താന്ന്? 28 തലമുറയ്ക്കപ്പുറത്തെ അപ്പച്ചൻ അടരാടി തോൽപ്പിച്ച് യുദ്ധം ചെയ്ത് 10 എണ്ണത്തെ അട്ടിമറിച്ച് ജയഭേരി മുഴക്കി വന്ന മണ്ണിലൂടെ 28-ാം തലമുറ ചാട്ടവാറിന് തല്ലുവാങ്ങി പെരുവഴിയിലൂടെ ചങ്ങലയ്ക്ക് കെട്ടി വലിച്ച് നായെപ്പോലെ പണ്ടപ്പനിറങ്ങിയ സ്ഥലത്ത് കൊണ്ടിട്ടെന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? മനസ്സിലായോല്ലോ? നമ്മൾ സൂക്ഷിക്കണമെന്ന്. ജയമെടുത്തോണം, വിമർശനമൊന്നുമല്ല. ഈ വിമർശനമേ അല്ല, സ്വയവിമർശന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൻ ജയമെടുത്ത മണ്ണിലൂടെ 28-ാം തലമുറ നിമ്രോദിൻ്റെ നാട്ടിൽ, നമുക്കറിയാം അബ്രഹാമിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. ബിംബാരാധനയുടെ മടിത്തട്ടിൽ, വിഗ്രഹാരാധനയുടെ തറവാട്ട് ഭൂമിയിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ച് ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിലേക്ക് യാത്ര ചെയ്തു പോയവൻ്റെ 28-ാം തലമുറയ്ക്ക് ഒപ്പം സാത്താൻ നിഴൽ പോലെ കൂടി തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടവരുമായിരുന്നു. നമുക്ക് ജയമെടുത്ത് മുമ്പോട്ട് പോകണം. ഇതെല്ലാം തികഞ്ഞവരുടെ കൂട്ടായ്മയല്ല. പരിമിതികളുള്ള മനുഷ്യരാ ഇവിടെയും കൂടുന്നത്. കുറവുകളും കുറ്റങ്ങളുമുള്ള ഒരാളാണ് ഇവിടുത്തെ പാസ്റ്റർ. ഈ പ്രസംഗിക്കുന്ന ആൾ, കേൾക്കുന്ന നിങ്ങൾ കുറവുകളുള്ള മനുഷ്യരാ. പക്ഷെ കുറവില്ലാത്ത ഒരുവനെ ഞാനും നിങ്ങളും ഒരുമിച്ച് ഉയർത്തി അവൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ കുറവുകളെ തിരുത്താൻ, അത് പരിഹരിക്കാൻ ഒരു വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ കുറവുകൾ കണ്ടിട്ട് പിന്തിരിഞ്ഞോടി പഴയതിലും മോശമായ നിലയിൽ ചെന്ന് അങ്ങകല ബാബിലോണിൽ പതിക്കുകയല്ല. എനിക്ക് മുമ്പോട്ട് പോകണം. എൻ്റെ തലമുറ മുമ്പോട്ട് പോകത്തക്ക വിധം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ ഈ രാത്രിയിലെ യോഗത്തിൽ ഒരു പുനഃസമർപ്പണം ചെയ്യാൻ ആർക്കൊക്കെ മനസ്സുണ്ട്? ദൈവമക്കളെ, ഒരു വിടുതലാ വീട്ടിൽ വ്യാപരിക്കാൻ പോന്നേ. നിരാശപ്പെടുത്തുന്ന 100 അനുഭവങ്ങൾ ജീവിതത്തിൽ മറ്റു പലതുമുണ്ടെങ്കിലും, കെട്ടിപ്പൊക്കിയ പലതുമുണ്ടെങ്കിലും, പടുത്തുയർത്തിയ പലതുമുണ്ടെങ്കിലും, ഒരു നിരാശയുടെ കാർമേഘം കെട്ടിയ മനസ്സോടെ ഒരാളെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു കൊള്ളണം. ഇടപെടുന്നൊരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ തകർച്ചയിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുന്ന ഒരു ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നു.